നമസ്കാരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തുമസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും. കൃത്യമായി എല്ലാ മാസവും ഇപ്പോൾ സംസ്ഥാന സർക്കാർ 1600 രൂപ വീതം വിതരണം ചെയ്യുന്നുണ്ട്. ഓണത്തിനാണെങ്കിൽ 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുകയും സംസ്ഥാന സർക്കാർ ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ക്രിസ്തുമസ് വരുമ്പോൾ ന്യൂ ഇയറിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 3200 രൂപ, അതായത് 2 മാസത്തെ പെൻഷൻ, 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. 3200 രൂപയുടെ വിതരണം 20-ാം തീയതി കൂടി തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാനത്തെ ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. 4 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നത്. അതായത് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക, അതായത് 3200 രൂപ അക്കൗണ്ടുകൾ വഴി ആദ്യം ലഭിക്കുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. എന്നാൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ആളുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം നടക്കുവാൻ പോകുന്നതെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ആളുകളും ആ ഒരു പെൻഷൻ തുകയും അതിൻ്റെ പലിശയും സഹിതം തിരിച്ചടയ്ക്കണമെന്ന അറിയിപ്പ് ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന അറിയിപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ വിഹിതം കൃത്യമായും വിതരണം ചെയ്യുന്ന തീയതിയും ഉടനെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക് യു.